കൂട്ടുകാരെ, ആ വരുന്നത് കാട്ടിലെ രാജാവായ നമ്മുടെ സിംഹച്ചാരാണ്. നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇവൻ എങ്ങോട്ടാണെന്ന്. സിംഹച്ചാർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല മനസ്സുള്ള നമ്മുടെ സിംഹച്ചാര് കാട്ടിലെ മൃഗങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുകയാണ്. അവൻ എന്തോ അന്വേഷിക്കുന്നുണ്ടല്ലോ. പാവം, ക്ഷീണിച്ചു, ഒന്ന് വിശ്രമിക്കുവാനുള്ള സ്ഥലം അന്വേഷിക്കുകയാണ്. ലെമൺ ട്രീയുടെ ചുവട്ടിൽ വിശ്രമിക്കാം. ലെമൺ ട്രീയിൽ ആരോ ഇരിപ്പുണ്ടല്ലോ. ഇത് നമ്മുടെ കാട്ടിലെ കുസൃതിക്കാരനായ പല്ലിക്കുട്ടനാണല്ലോ. ഇവൻ എന്തോ കുസൃതി ഒപ്പിക്കുകയാണ്. എടാ, നീ ആണല്ലേ എന്റെ ഉറക്കം കളഞ്ഞത്. തൽക്കാലം നീ ഈ കൂട്ടിൽ കിടക്ക്. നിന്റെ കുസൃതി മാറുമ്പോൾ തുറന്നു വിടാം എന്ന് പറഞ്ഞ് സിംഹച്ചാര് നമ്മുടെ പല്ലിക്കുട്ടനെ കൂട്ടിലിട്ട് ലോക്ക് ചെയ്തു. എന്നിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. ഉറങ്ങിയെണ്ണീറ്റ സിംഹച്ചാര് പല്ലിക്കുട്ടനെ തുറന്നു വിട്ടു. കാട്ടിലെ മാവിൻ കൊമ്പിലെ കൂട്ടിലാണ് സുന്ദരിയായ മഞ്ഞക്കിളി താമസിച്ചിരുന്നത്. മഞ്ഞക്കിളി തന്റെ മുട്ടകൾക്ക് അടയിരിക്കുന്നതിനാൽ പുറത്തിറങ്ങാറേയില്ലായിരുന്നു. എല്ലാ ദിവസവും തന്റെ മുട്ടകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നത് മഞ്ഞക്കിളിയുടെ പതിവായിരുന്നു. 1 2 3 4 5 6 7 8 9. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മഞ്ഞക്കിളിക്ക് 9 കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ഇത് കണ്ട മഞ്ഞക്കിളിക്ക് ഒരുപാട് സന്തോഷമായി. തന്റെ മുട്ടകൾ എണ്ണിയതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും എണ്ണി തിട്ടപ്പെടുത്താൻ മഞ്ഞക്കിളി മറന്നില്ല. 1 2 3 4 5 6 7 8 9. കുഞ്ഞുങ്ങൾ പറക്കാൻ പ്രാപ്തിയായപ്പോൾ തീറ്റ തേടുവാൻ മഞ്ഞക്കിളി അവരെയും കൂട്ടിയിരുന്നു. എല്ലാ ദിവസവും തീറ്റ തേടി തിരികെ എത്തിയതിനു ശേഷം മഞ്ഞക്കിളി തന്റെ കുഞ്ഞുങ്ങളെ കൃത്യമായി എണ്ണിയിരുന്നു.
അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം തീറ്റ തേടി തിരിച്ചു വന്ന മഞ്ഞക്കിളി തന്റെ കുഞ്ഞുങ്ങളെ എണ്ണുവാൻ തുടങ്ങി. 1 2 3 4 5 6 7 8. എണ്ണിത്തീർന്ന മഞ്ഞക്കിളി തന്റെ കുഞ്ഞുങ്ങളിൽ ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി. പെട്ടെന്ന് തന്നെ തന്റെ ബാക്കിയുള്ള മക്കളെ സുരക്ഷിതമായി കൂട്ടിലിരുത്തിയ ശേഷം നഷ്ടപ്പെട്ട കുഞ്ഞിനെ തപ്പി മഞ്ഞക്കിളി പുറപ്പെട്ടു. അങ്ങനെ തന്റെ കുഞ്ഞിനെ തപ്പി മഞ്ഞക്കിളി ഒരുപാട് അലഞ്ഞു. പെട്ടെന്നാണ് മഞ്ഞക്കിളി നെറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന തന്റെ കുഞ്ഞിനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ തന്റെ കുഞ്ഞിന്റെ അടുത്തെത്തി കുഞ്ഞിക്കിളിയെ രക്ഷപ്പെടുത്തുവാനുള്ള പല വഴികളും മഞ്ഞക്കിളി ആലോചിച്ചു. അപ്പോഴാണ് നെറ്റ് ആണി ഉപയോഗിച്ച് തറച്ചു വെച്ചിരിക്കുന്നത് മഞ്ഞക്കിളി കാണുന്നത്. തന്റെ ശക്തി മുഴുവനും ഉപയോഗിച്ച് മഞ്ഞക്കിളി ആണി വലിച്ചൂരി. അങ്ങനെ കുഞ്ഞിക്കിളിയെ രക്ഷപ്പെടുത്തി. പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ സുന്ദരമായ ഒരു തടാകം ഉണ്ടായിരുന്നു. ആ തടാകത്തിനരികിൽ പല നിറത്തിലുള്ള പൂക്കളും പൂക്കളെ വട്ടമിട്ട് പറക്കാൻ ധാരാളം പൂമ്പാറ്റകളും ഉണ്ടായിരുന്നു. സുന്ദരമായ ഈ തടാകത്തിലാണ് സുന്ദരി മീനും തവളച്ചേട്ടനും താമസിച്ചിരുന്നത്. അവർ നല്ല കൂട്ടുകാരായിരുന്നുവെങ്കിലും സുന്ദരി മീൻ തന്റെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞ് തവളച്ചേട്ടനെ എന്നും കളിയാക്കുമായിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരിക്കൽ വിശന്ന് വലഞ്ഞ് ഒരു കുറുക്കൻ അതിലേ വന്നു. വരുന്ന വഴിയിൽ അവൻ ഈ തടാകം കണ്ടു. എന്നിട്ടവൻ ചിന്തിച്ചു, ഈ തടാകത്തിൽ ധാരാളം മീനുകൾ കാണും, ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഒരു ചൂണ്ടയുമായി വന്ന് ചൂണ്ടയിടാൻ തുടങ്ങി. സുന്ദരിമീനെ, ആ കുറുക്കച്ചൻ ചൂണ്ടയുമായി നിന്നെ പിടിക്കാൻ വന്നിട്ടുണ്ട്. നീ വേഗം രക്ഷപ്പെട്ടോളൂ. തവളച്ചേട്ടാ, കുറുക്കച്ചൻ എന്റെ സൗന്ദര്യം കണ്ട് എന്നെ കാണാൻ വന്നതാണ്. തവളച്ചേട്ടന് മറുപടി കൊടുത്ത ശേഷം സുന്ദരി മീൻ ചെന്ന് ചൂണ്ടയിൽ കൊത്തി. തക്കം പാത്തിരുന്ന കുറുക്കച്ചൻ ചൂണ്ട വലിച്ച് സുന്ദരി മീനിനെ പിടിച്ച് വയറ്റിലാക്കി. ഗുണപാഠം: അഹങ്കാരം ആപത്ത്. കുരങ്ങനെ പറ്റിയ അമളി. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മരം നിറയെ മാമ്പഴവുമായി ഒരു മാവുമരം ഉണ്ടായിരുന്നു. തന്റെ ചില്ലയിൽ നിറഞ്ഞു നിന്നിരുന്ന മാമ്പഴം കണ്ട് മാവുമരം ഒരുപാട് സന്തോഷിച്ചിരുന്നു. കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾക്കെല്ലാം ഈ മാവുമരത്തിലെ മാമ്പഴങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. ഈ കാട്ടിലെ കുസൃതിക്കുട്ടനായ കുരങ്ങച്ചൻ ഈ മാമ്പഴങ്ങൾ തിന്നാൻ എത്തുന്നത് പതിവായിരുന്നു. എന്നാൽ അവൻ പഴുത്ത മാമ്പഴങ്ങൾ കൂടാതെ ചെറിയ ചെറിയ പച്ച മാങ്ങകളും വെറുതെ പറിച്ചു കളഞ്ഞിരുന്നു. മാവുമരം കുരങ്ങച്ചനോട് പലതവണ പറഞ്ഞിട്ടും അവനത് കൂട്ടാക്കിയില്ല.
ഇത് പതിവായതോടെ മാവുമരത്തിന് ഒത്തിരി സങ്കടമായി. എങ്ങനെയും കുരങ്ങച്ചനെ നാട് കടത്തണമെന്ന് മാവച്ചൻ തീരുമാനിച്ചു. ഒരു ദിവസം കുരങ്ങച്ചൻ മാമ്പഴം പറിക്കുവാനായി മാവിൻ മരത്തിലെത്തി. പതിവ് പോലെ തന്നെ അവൻ പഴുത്തതും പഴുക്കാത്തതുമായ മാമ്പഴങ്ങളെല്ലാം പറിക്കാൻ തുടങ്ങി. ഇത് കണ്ട മാവുമരത്തിന് അപ്പോഴാണൊരു ബുദ്ധി തോന്നിയത്. മാവുമരം കുരങ്ങച്ചനോട് പറഞ്ഞു, എന്തിനാ എന്റെ കുരങ്ങച്ച നീ ഈ ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്? നീ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. സ്വാദിഷ്ടമായ ആ പഴം കൈക്കലാക്കിയാൽ നിനക്ക് ഒരുപാട് നാളത്തേക്കുള്ള ഭക്ഷണമായി. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പഴം സന്ധ്യയ്ക്ക് മാത്രമേ കാണുവാൻ സാധിക്കൂ. മാവുമരം നമ്മുടെ ചന്ദ്രനെ നോക്കിയാണ് അത് പറഞ്ഞത്. ഇത് കേട്ടപാടെ കുരങ്ങച്ചൻ പറഞ്ഞു, ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാനത് പറിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുരങ്ങച്ചൻ ചന്ദ്രനെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. കുരങ്ങച്ചൻ നടക്കും തോറും ചന്ദ്രൻ അകന്നകന്ന് പോയിക്കൊണ്ടേയിരുന്നു. കുരങ്ങച്ചൻ നദിയും കാടും മലയും എല്ലാം കടന്ന് ഒത്തിരി സഞ്ചരിച്ചു. അപ്പോഴാണ് വഴിയിൽ കുരങ്ങച്ചൻ കുഞ്ഞനെലിയെ കണ്ടത്. കുരങ്ങച്ചൻ നടന്നതെല്ലാം കുഞ്ഞനെലിയോട് പറഞ്ഞു. ഇത് കേട്ടതും കുഞ്ഞനെലി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, മണ്ടൻ കുരങ്ങച്ചാരെ, അത് കഴിക്കുന്ന സാധനമല്ല, അതാണ് ചന്ദ്രൻ. അബദ്ധം മനസ്സിലാക്കിയ കുരങ്ങച്ചൻ തല താഴ്ത്തി നിന്നു. പൊന്മുട്ടയിടുന്ന താറാവ്. പണ്ടൊരിടത്ത് ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും താമസിച്ചിരുന്നു. വളരെ ദരിദ്രരായ ഇവർ കഷ്ടപ്പാടുകൾക്കിടയിലും ഒരു താറാവിനെ വളർത്തിയിരുന്നു. ആ താറാവിനെ അവർ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം പതിവ് കൃഷിജോലികൾ ഏർപ്പെട്ടിരുന്ന അവർ ജോലി കഴിഞ്ഞ് തിരികെ എത്തിക്കണ്ടത് അവരുടെ താറാവ് മുട്ടയിട്ടതാണ്. ഇരുവർക്കും ഒത്തിരി സന്തോഷമായി. അപ്പോഴാണ് കൃഷിക്കാരൻ ഇത് ശ്രദ്ധിച്ചത്. താറാവിട്ട മുട്ട മിന്നിത്തിളങ്ങുന്നു. അദ്ദേഹം മുട്ട കയ്യിലെടുത്ത് സൂക്ഷിച്ചു നോക്കി. നമ്മൾ രക്ഷപ്പെട്ടു. എന്തെന്നാണ് മനുഷ്യനെ നിങ്ങൾ പറയുന്നത്? നീ ഇതൊന്ന് നോക്കിക്കേ, ഇത് സ്വർണമാണ്, സ്വർണമുട്ട. ഇത് കേട്ടതും കർഷകന്റെ ഭാര്യയ്ക്ക് ഒത്തിരി സന്തോഷമായി. അവർ ഇരുവരും താറാവിന് ധാരാളം ആഹാരം നൽകി. ഓരോ ദിവസവും താറാവ് സ്വർണമുട്ട കർഷകന് നൽകിക്കൊണ്ടിരുന്നു. കർഷകൻ ലഭിച്ചിരുന്ന സ്വർണമുട്ടകൾ ചന്തയിൽ നൽകി ധാരാളം പണവും സമ്പാദിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇങ്ങനെ ദിവസവും ഓരോ മുട്ട കിട്ടുന്നതിന് പകരം ഒരുമിച്ച് കുറെ മുട്ടകൾ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതെ, ശരിയാണ്. നമ്മുടെ താറാവിന്റെ വയറ്റിൽ ധാരാളം സ്വർണമുട്ടകളുണ്ട്. താറാവിന്റെ വയറ് കീറിയാൽ നമുക്ക് ധാരാളം സ്വർണമുട്ടകൾ ലഭിക്കും. ഇത് കേട്ടതും കർഷകൻ മറ്റൊന്നും ചിന്തിക്കാതെ ഒരു കത്തിയെടുത്ത് താറാവിന്റെ വയറ് കീറുവാൻ തയ്യാറായി. ഞാൻ പോയി നമ്മുടെ താറാവിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കർഷകന്റെ ഭാര്യ പുറത്തേക്ക് പോയി. കുറച്ചധികം ഭക്ഷണം നൽകി താറാവിനെ പിടിച്ചു. ശേഷം കർഷകന്റെ അടുത്തെത്തി. കർഷകൻ തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് താറാവിനെ ഒറ്റവെട്ട്. എന്നാൽ അവർ ഞെട്ടിപ്പോയി. ആ താറാവിന്റെ വയറ്റിനകത്ത് സ്വർണമുട്ടകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടാതെ ആകെ ഉണ്ടായിരുന്ന താറാവ് രക്തം വാർന്ന് മരിക്കുകയും ചെയ്തു.
ദിവസവും കിട്ടിയിരുന്ന ഒരു പൊന്മുട്ട മതിയാകാതെ അത്യാഗ്രഹം കാണിച്ച കർഷകനും ഭാര്യയ്ക്കും അങ്ങനെ ഉള്ളതും കൂടി നഷ്ടമായി. സമയത്തിന്റെ വില. സുന്ദരമായ ഒരു പ്രഭാതം. നമ്മുടെ പുൽച്ചാടി കാറ്റുകൊണ്ട് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഉറുമ്പച്ചൻ ആ വഴി നടന്നു വരുന്നത്. അവന്റെ ചുമരിൽ എന്തോ ഇരിപ്പുണ്ടല്ലോ, പുൽച്ചാടി മനസ്സിൽ പറഞ്ഞു. എന്താ ഉറുമ്പച്ചാരെ, എന്താ നിന്റെ ചുമരിൽ? മഴക്കാലം ഇങ്ങെത്താറായി. മഴക്കാലത്ത് ആഹാരം തേടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അന്നത്തേക്കുള്ള ആഹാരം ഞാൻ സംഭരിക്കുകയാണ്. ഇത് കേട്ട പുൽച്ചാടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മണ്ടൻ ഉറുമ്പച്ചാരെ, മഴക്കാലത്തിന് ഇനിയും ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ നീ എന്റെ കൂടെ വാ, നമുക്ക് കളിച്ച് രസിച്ച് നടക്കാം. അയ്യോ, ഞാനില്ല, എനിക്കിനിയും ഒരുപാട് പണിയുണ്ട് എന്ന് പറഞ്ഞു ഉറുമ്പച്ചാര് വീട്ടിലേക്ക് നടന്നു. മഴക്കാലമായി. ആഹാരം തേടി ഒരുപാട് അലഞ്ഞ പുൽച്ചാടിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. അവന് ഒരുപാട് സങ്കടമായി. തൊട്ടടുത്ത മരത്തിലിരുന്ന ഉറുമ്പച്ചാര് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് വിഷമം തോന്നിയ ഉറുമ്പച്ചാര് പുൽച്ചാടിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. താൻ ശേഖരിച്ചു വെച്ച ആഹാരത്തിൽ നിന്ന് ഒരു പങ്ക് പുൽച്ചാടിക്ക് നൽകി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ പുൽച്ചാടി പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് എന്റെ സമയത്തിന്റെ വില മനസ്സിലായത്. ഇത് കേട്ട ഉറുമ്പച്ചാര് പറഞ്ഞു, സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്തു കാലത്ത് കാപത്ത് തിന്നാം.